ഈ തുണിയാണ് 600 രൂപയ്ക്ക് ധോത്തി ചാലഞ്ചിൽ കൊടുത്തത്. ഇത് ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ വന്ന് കരഞ്ഞു തന്നതാണിത്. ഈ ധോത്തി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തിയിരുന്നു. അത് ധോത്തി കൊടുക്കുക, 2 ലക്ഷം തുണികൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പരിപാടി ഇട്ടിരുന്നത്. ഓർഡർ അതിനേക്കാളും കൂടി. അങ്ങനെ 2,72,000 തുണികൾ അന്ന് വിറ്റഴിഞ്ഞു. 600 രൂപയാണ് ഒരു തുണിക്ക് വാങ്ങിയത്. അതിൽ 100 രൂപ സംഘടനക്ക്. 100 രൂപ സംഘടനക്ക് എന്ന് പറയുമ്പോൾ അതിൽ 20 രൂപ സംസ്ഥാന കമ്മിറ്റിക്ക്, 20 രൂപ ജില്ലാ കമ്മിറ്റിക്ക്, 20 രൂപ മണ്ഡലം കമ്മിറ്റിക്ക്, 20 രൂപ പഞ്ചായത്ത് കമ്മിറ്റിക്ക്, 20 രൂപ ശാഖാ കമ്മിറ്റിക്ക്. ഇങ്ങനെ 100 രൂപ സംഘടനക്ക് വേണ്ടിയിട്ട് അവര് പറഞ്ഞു. ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ യൂത്ത് ലീഗ് പ്രവർത്തകരെ പറഞ്ഞു ധരിപ്പിച്ചത് ഏതാണ്ട് 500 രൂപ വിലയുള്ള തുണിയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് 600 രൂപക്ക് അവർക്ക് മാർക്കറ്റിൽ സാധാരണ കിട്ടുക 600 രൂപക്കാണ്, അല്ലെങ്കിൽ 700 രൂപക്കൊക്കെ ആയിരിക്കും കിട്ടുക. അങ്ങനെ 700 രൂപക്ക് കിട്ടുന്ന തുണിയാണ് നമ്മൾ 600 രൂപക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ 600 രൂപ ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ചത്. 2,72,000 ധോത്തികൾ വിറ്റാല്, 600 രൂപ വെച്ച് വിറ്റാൽ ഏതാണ്ട് 16,32,00,000 രൂപയാണ് കിട്ടുക. 2,72,000 ധോത്തികൾ ഒന്നിന് 600 രൂപ വെച്ച് വിറ്റാൽ ലഭിക്കുന്ന സംഖ്യ 16,32,00,000 രൂപയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത്, ശാഖാ കമ്മിറ്റികൾക്ക് 20 രൂപ വീതം 100 രൂപയാണ് ചലഞ്ചിൽ നിന്ന് നിശ്ചയിച്ചിരുന്നത്. ആ ഇനത്തിൽ തന്നെ 2,72,00,000 രൂപയാണ് യൂത്ത് ലീഗിന് കിട്ടിയത്. അത് വിവിധ കമ്മിറ്റികൾക്കാണ് കിട്ടിയത്. അതിൽ സംസ്ഥാന കമ്മിറ്റിക്ക് 54,40,000 രൂപ ലഭിച്ചു. തുണി ഒന്നിന് 200 രൂപ ഹോൾസെയിൽ വില കൂട്ടിയാൽ മില്ലുകൾക്ക് ആ തുണി തന്നിട്ടുണ്ട്. ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ കൊടുത്തു തന്നതാ. ഈ തുണിയാണ് 600 രൂപയ്ക്ക് ധോത്തി ചാലഞ്ചിൽ കൊടുത്തത്. ഇത് ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ വന്ന് കരഞ്ഞു തന്നതാണിത്. ഇപ്പൊ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ. കാരണം ഓല് കൊടുത്ത തുണിയുടെ മജ കൊണ്ട് 200 രൂപ പോലും ഈ തുണിക്ക് വരില്ല. ഇത് ഞാൻ നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുകയാണ്. ഇതിനെത്രയാണ് ഹോൾസെയിലായിട്ട് 2,72,000 പീസ് തുണി എടുത്താൽ എത്ര രൂപക്ക് ഈ തുണി കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇത് ഞങ്ങളിവിടെ ഏൽപ്പിച്ചു പോവാം. ഒരിടുക്കലെടുത്തിട്ടുള്ളൂ എന്ന് അയാൾ പറഞ്ഞത്. 2 തിരുമ്പല് തിരുമ്പിയ എപ്പോഴാണ് ഈ തുണി പല പഴന്തുണി മാതിരി ആയത്. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം തട്ടിപ്പുകളിലൂടെ ഇവര് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇപ്പൊ ഞാൻ മേടിച്ചതല്ല. ഇത് യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹി തന്നെ വന്ന് എന്റെ അടുത്ത് തന്നതാണ്. ഇതാണ് തുണി. 200 രൂപ പോലും ഇതിന് ഹോൾസെയിൽ റേറ്റ് വരൂല. ഒരു തുണിക്ക് 2,72,000 പീസ് എടുക്കുമ്പോൾ ഏത് കമ്പനിയിൽ നിന്നാണ്, ഏത് മില്ലിൽ നിന്നാണ് ഒരു പൈസ, എത്ര രൂപക്കാണ് എടുത്തത് എന്ന് പറയാൻ ബന്ധപ്പെട്ടവർക്ക് ബാധ്യതയില്ലേ? ഇങ്ങനെയുള്ള കളവ് ഒരുപക്ഷെ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ടാവും പുറത്തു വരിക. അങ്ങനെ പുറത്തു വരുമ്പോ യഥാർത്ഥത്തിൽ അതിനുത്തരം പറയേണ്ട ബാധ്യത ബന്ധപ്പെട്ടവർക്കുണ്ട്.